വന്നു തമിഴ്നാടിന്റെ ഫലസൂചനകൾ പുറത്തു വന്നു. ഒരു 1 മുതൽ 3 വരെ സീറ്റുകൾ ബിജെപിക്ക് ന്യൂസ് 18 സർവേ പ്രവചിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യം 36 മുതൽ മുഴുവൻ സീറ്റുകളും നേടുമെന്നാണ്. മുഴുവൻ സീറ്റുകളിലും ഇന്ത്യ സഖ്യത്തിന് വരാൻ സാധ്യതയുണ്ട്. അതായത് DMKയും കോൺഗ്രസും ഇടത് പാർട്ടികളും മുസ്ലിം ലീഗും ഒക്കെ ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം തമിഴ്നാട്ടിൽ 36 മുതൽ 39 ആകെ സീറ്റുകൾ 39 ആണ്. മുഴുവൻ സീറ്റുകളും പോലും നേടാൻ സാധ്യതയുണ്ട്. അതേസമയം 3 വരെ സീറ്റുകൾ NDA മുന്നണിക്ക് സാധ്യതയുണ്ട്. DMK ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 2 സീറ്റുകൾ വരെ നേടാം. അതായത് ചിലപ്പോൾ സീറ്റുകൾ കിട്ടില്ല, അല്ലെങ്കിൽ 1 or 2 സീറ്റുകൾ അണ്ണാ DMKക്ക് കിട്ടും. അതായത് 2019-ൽ 39-ൽ 38 സീറ്റുകളും നേടിയത് ഇതേ സഖ്യമാണ്. ഇപ്പോൾ 36 മുതൽ 39 സീറ്റുകൾ വരെ DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം തമിഴ്നാട്ടിൽ. ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷയായി തമിഴ്നാട് മാറുകയാണ്. മുഴുവൻ സീറ്റുകളും ഒരുപക്ഷെ തമിഴ്നാട്ടിൽ DMK സഖ്യം തൂത്തുവാരിയേക്കാം. പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടന്ന മണ്ഡലങ്ങളുണ്ട്. കോയമ്പത്തൂർ പോലെയുള്ള BJP പ്രതീക്ഷിക്കുന്ന വലിയ വലിയ മണ്ഡലങ്ങളുണ്ട്. അങ്ങനെ ഓരോ മണ്ഡലത്തിലെയും പ്രധാനപ്പെട്ട ഫലസൂചന വരുമ്പോൾ 39 സീറ്റും ഇന്ത്യ മുന്നണി തമിഴ്നാട്ടിൽ നേടിയേക്കാം എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പുറത്ത്. നമുക്ക് തൊട്ടുപുറകിലുള്ള സ്ക്രീനിൽ കൃത്യമായി തന്നെ കാണാം. 39 വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക്. BJP 1 മുതൽ 3, NDA എന്ന് പറയുമ്പോൾ അവിടെ BJP തന്നെയാണ് 1 മുതൽ 3 വരെ. മറ്റെല്ലാം ചെറു പാർട്ടികളാണ്. 0-2 എന്ന് പറയുന്നത് ഇത് അണ്ണാ DMKയുടെയാണ്. അണ്ണാ DMK ഒന്നുകിൽ 0 ആയിരിക്കും. കഴിഞ്ഞ തവണ 1 സീറ്റ് 2019-ൽ അണ്ണാ DMK. അതായത് 36 മുതൽ 39 സീറ്റും ഇന്ത്യ സഖ്യം നേടിയാൽ BJPയും അണ്ണാ DMKയും 0 ആയി. അതായത് ഏറ്റവും മോശം അവസ്ഥയിൽ പോലും ഇന്ത്യ സഖ്യത്തിന് തമിഴ്നാട്ടിൽ 36 സീറ്റുകൾ കിട്ടും. അതിൽ 22 സീറ്റുകളിൽ മത്സരിക്കുന്നത് DMK ആണ്. കോൺഗ്രസ് 9 സീറ്റിൽ 2 സീറ്റിൽ വെച്ച് CPM-ഉം CPI-യും മത്സരിക്കുന്നുണ്ട്. BCK ഉണ്ട്, മുസ്ലിം ലീഗ് 1 സീറ്റിലുണ്ട്. അതിലൂടെ പുതുച്ചേരിയുടെ ഫലം കൂടി, പുതുച്ചേരിയുടെ 1 സീറ്റിന്റെ ഫലം കൂടി വരുന്നുണ്ട്. അതും എനിക്ക് മനസ്സിലാകുന്നത് അത് BJPയുമായി ഒരുപക്ഷെ 1 മുതൽ 3 എന്ന് പറയുന്നത് അതുകൂടി BJPയോടൊപ്പം അല്ല. ഇതിലിപ്പോൾ വന്നേക്കുന്നത് 39 സീറ്റുകളുടെയാണ്. പുതുച്ചേരി ആവുമ്പോൾ 40 സീറ്റുകളാവും. തമിഴ്നാട്ടിൽ 39 ആകെ സീറ്റുകൾ. അതിൽ 36 മുതൽ 39 സീറ്റ് വരെ DMKയും കോൺഗ്രസും ഇടത് പാർട്ടികളും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന ആ സഖ്യത്തിനായിരിക്കും. 1 മുതൽ 3 സീറ്റുകൾ, അത് 9 പാർട്ടികൾ ഉണ്ടെങ്കിലും ചെറു പാർട്ടികളാണ് BJP അല്ലാതെ. അപ്പോൾ BJP ആണ് 1 മുതൽ 3 വരെ ഉദ്ദേശിക്കുന്നത്. അതിൽ കോയമ്പത്തൂരിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നുണ്ട്. അണ്ണാമലൈ മത്സരിക്കുന്ന മണ്ഡലം 1 മുതൽ 3 വരെ സീറ്റുകൾ നേടാം BJPക്ക്. അങ്ങനെ BJPക്ക് വീണ്ടും തമിഴ്നാട്ടിൽ അക്കൗണ്ട് തൂക്കുവാനുള്ള ഒരു അവസരം നേരത്തെ 39 സീറ്റുകൾ പൂർണ്ണമായി ഇന്ത്യ മുന്നണിക്ക് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. രഞ്ജിത്ത് നേരത്തെ തന്നെ വിലയിരുത്തിയ ഒരു സംഭവമാണല്ലോ DMK സഖ്യത്തിന്, അതായത് ഇന്ത്യ സഖ്യത്തിന് ഏറ്റവും അധികം വേരോട്ടമുള്ള സംസ്ഥാനം തമിഴ്നാടാണെന്ന്. കാരണം അവിടുത്തെ സഖ്യത്തിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. നമ്മുടെ സർവേ ഫലസൂചന അനുസരിച്ച് ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും ശക്തമായ പാർട്ടിയായി DMK മാറുകയും അവരുടെ മണ്ണിൽ അവരവരുടെ കരുത്ത് സമ്പൂർണ്ണമായി തെളിയിക്കുകയും ചെയ്യുക. ചോദ്യം ചെയ്യപ്പെടുന്നില്ല. 36 മുതൽ 39 വരെ സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് കിട്ടുമെന്ന് പറയുമ്പോൾ അതിൽ DMKക്ക് കുറഞ്ഞത് 19-20 സീറ്റുകൾ ലഭിക്കും. 8 വരെ സീറ്റുകൾ കോൺഗ്രസ് ലഭിക്കും. 8 സീറ്റുകൾ ലഭിക്കാം. അങ്ങനെയാണ് കണക്ക്. അത് വളരെ കൃത്യമായ കണക്കാണ്.